ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. പിന്നെ എന്താ പറയുക, ഭയങ്കര ടയേർഡായിട്ടുള്ളത്, ഭയങ്കര ക്ഷീണമായിട്ട്. അന്നേരം പിന്നെ അമ്മ നാരങ്ങ ജ്യൂസ് എന്ന് ഇത് ലെമൺ ജ്യൂസ് എന്ന് തന്നെ പറയണം, നല്ല അടിപൊളിയായിട്ട് ആക്കിയിട്ടുണ്ട്. ഇത് കുടിക്കുമ്പോൾ ഇല്ലേ, സത്യത്തിൽ പിന്നെ ബാംഗ്ലൂരിൽ നമ്മളെ ഷോപ്പിൽ നിന്ന് കുടിക്കുന്ന അതേ ഫീൽ, നല്ല കണക്കായ മധുരം. പിന്നെ തണുപ്പ്, ഞാൻ തണുത്തത് അങ്ങനെ അധികം കഴിക്കാറില്ല. വേഗം എനിക്ക് ചുമയൊക്കെ വരും. ചുമ ഭയങ്കരമായിട്ട് വരും, ചെറിയ രീതിയിലല്ല, നല്ലോണം വരും. ചുമ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 ആഴ്ചത്തേക്കുള്ള നീണ്ടു നിൽക്കും ഈ തണുപ്പ് വന്നിട്ട് ചുമ പിടിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ അധികം തണുത്ത ജ്യൂസോ അങ്ങനെ കഴിക്കാറില്ല. കാരണം പരമാവധി എന്നോട് ഫ്രൂട്ട്സ് തിന്നാനാണ് പറയാം. കുറേ നാളുകൾക്ക് ശേഷം സൂപ്പർ എൻ്റെ അമ്മ. പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ ഇടാം, മൊബൈലിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ടതിന്. ഒരമ്മ വന്ന് ചോദിച്ചു, പിന്നെ ലെമൺ ജ്യൂസ് വേണമെന്ന് ചോദിച്ചു. നാരങ്ങവെള്ളം, ഇവിടെ നാരങ്ങവെള്ളം എന്ന് പറയില്ല കേട്ടോ, നാരങ്ങവെള്ളം വേണമെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ അമ്മയോട് തന്നാൽ പിന്നെ ലേശം നാരങ്ങവെള്ളം കുടിക്കാം. ചെറിയ ചാറ്റൽ മഴയുണ്ട്, അതുപോലെ തന്നെ വെയിലും ഉണ്ട്, ചെറിയൊരു തണുപ്പുണ്ട്. പിന്നെ ചായ കുടിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കിട്ടുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുടിച്ചേക്കാന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവർക്കും വെള്ളപ്പൊക്കെല്ലാം ഇറങ്ങിയെന്ന് വിശ്വസിക്കുന്നു അല്ലേ? വെള്ളമൊക്കെ ഏകദേശം ഇറങ്ങിയിട്ടുണ്ടോ? 2-3 ദിവസമായില്ലേ. ഈ ഓണത്തിൻ്റെ കാലാവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞു, വെയിലൊക്കെ ആയിട്ട്. വെയിലും മഴയും അണ്ണാർക്കണ്ണൻ്റെ കല്യാണം അങ്ങനെ പറയില്ലേ, കുറുക്കൻ്റെ കല്യാണം എന്നെല്ലാം പറയില്ലേ. സൂപ്പർ. കുടിക്കുമ്പോൾ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം എന്ന് തോന്നുന്നു. രാവിലെ എഴുന്നേറ്റ് മുടിയൊന്നും വാർന്നിട്ട, എല്ലാം ശരിയാക്കണം അത്രേ. ഇത് കുടിക്കുമ്പോൾ ഒരു ആശ്വാസം അല്ലേ, ഭയങ്കര ആശ്വാസം. ഷോപ്പിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം ജ്യൂസ് അടിക്കാനാണ്. നല്ല അടിപൊളിയായിട്ട് ജ്യൂസ് അടിച്ചു കൊടുത്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ കസ്റ്റമർ അത് കുടിച്ചിട്ട് ചേച്ചി പിന്നെ നന്നായിട്ട് പറയുമ്പോൾ ആ ഒരു കേൾക്കുമ്പോൾ ഒരു സുഖമില്ലേ, അതൊന്ന് വേറെ തന്നെയാണ്. അതുപോലെ തന്നെ അമ്മയുണ്ടാക്കി ജ്യൂസും ഭയങ്കര സൂപ്പറാണ്. അതിന് ഉള്ളെല്ലാം ഇങ്ങനെ തണുത്തതുപോലെ. അപ്പോൾ എന്താ പറയുക, ഇതേതായാലും കുടിച്ച് തീർത്തിട്ട് വരട്ടെ അല്ലേ, അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഓക്കെ.